ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാർട്ട് 2 ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണുക. അപ്പോൾ നമ്മളിന്ന് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷകളിൽ വളരെയേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ വിജയിപ്പിക്കുക. അപ്പോൾ നമ്മൾ ജനാധിപത്യം, നമുക്കറിയാം ജനാധിപത്യം എന്നത് ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സബലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ ഒരു സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ സർവ്വതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടന അനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളുടെ നടത്തിപ്പും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഒരു പത്ര കട്ടിങ്സ് ആണ് നമ്മളിവിടെ ആദ്യം വായിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനായി നടപടി. അതുപോലെ സ്ത്രീ സുരക്ഷാ നടപടികൾ അനിവാര്യം. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം കമ്മീഷൻ ഇടപെട്ടു. മനുഷ്യാവകാശ ലംഘനം കമ്മീഷൻ കേസെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇതേപോലെ നമുക്ക് അറിയാം. ജനാധിപത്യത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള വ്യത്യസ്ത സംവിധാനങ്ങളാണ് ഈ മുകളിൽ നമ്മൾ വായിച്ച കാര്യങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതെല്ലാമാണ് ഇവിടെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ കമ്മീഷനുകൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് ഉതകുന്ന ചില സ്ഥാപനങ്ങളും കമ്മീഷനുകളും ഏതാണെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എന്ത് കിട്ടി? പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പിന്നോക്ക വിഭാഗങ്ങൾക്കായി രൂപം കൊണ്ട കമ്മീഷനാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായിട്ടുള്ള കമ്മീഷനാണ് പട്ടികജാതി വികസന കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ ലംഘനം കമ്മീഷൻ കേസെടുത്തു. അപ്പം നമുക്ക് മനസ്സിലായി അത് മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇനി സ്ത്രീ സുരക്ഷാ നടപടികൾക്കായിട്ടുള്ള ഇതാണ് വനിതാ കമ്മീഷനാണ്. അതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലോക്സഭയ്ക്ക് വേണ്ടി ഉള്ള കമ്മീഷൻ ഏതാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിന്നെ ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള കമ്മീഷനാണ് ന്യൂനപക്ഷ അവകാശ സംരക്ഷണ കമ്മീഷൻ. ഇങ്ങനെ നിരവധി കമ്മീഷനുകളാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. അപ്പോൾ പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടന ഇതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. അപ്പം നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഈ സ്ഥാപനങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങൾ. രണ്ടാമത്തേത് ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ. അപ്പം ഇങ്ങനെ നമ്മൾ രണ്ടായി തിരിച്ചു. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്? അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇന്ത്യയിൽ എന്നാണ് 1950 ജനുവരി 26 എന്ത് നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇനി ഭരണഘടന നിലവിൽ വന്നപ്പോൾ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ഉറവിടം എന്ത് തന്നെയാണ്? ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടന ഇതര സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ഭരണഘടന ഇതര സ്ഥാപനങ്ങളുമുണ്ട്. ഭരണഘടന രൂപീകരിച്ചപ്പോൾ രൂപം കൊണ്ട സ്ഥാപനം നിലവിൽ വന്നതാണ് എന്ത്? ഭരണഘടനാ സ്ഥാപനങ്ങൾ
സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ഉറവിടം എന്ത് തന്നെയാണ്? അത് ഭരണഘടനയാണെന്ന് പറഞ്ഞു. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്താൻ ആർക്കാണ് അവകാശമുള്ളത്? അതിനെന്ത് അനിവാര്യമാണ്? ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. ഇനി നമ്മൾ ഭരണഘടന ഇതര സ്ഥാപനമാണെങ്കിലോ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടന ഇതര സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഈ ഭരണഘടന ഇതര സ്ഥാപനങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം എന്നിവയാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്ത് കൊണ്ടാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ എല്ലാ അടിസ്ഥാന ലക്ഷ്യങ്ങളും കൈവരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്ത് കൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. കരിക്കപ്പെട്ടവരും ദുർബലരുമായ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. അപ്പോൾ ജനാധിപത്യം കൈവരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ അരികുവൽക്കരിക്കപ്പെട്ടവരെ, ദുർബലരെ, ഈ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം കൂടി ആവശ്യമാണ്. അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടന ഇതര സ്ഥാപനങ്ങളും എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തെ സഹായിക്കുന്ന ചില കമ്മീഷനുകളുണ്ട്. അവ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ PSC പരീക്ഷകളിലും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്മീഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്? വോട്ട് ചെയ്യുന്നതിനായി ഇവിടെ ആളുകൾ വരിവരിയായി നിൽക്കുന്ന ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ? നമുക്കറിയാം, ജനാധിപത്യ ഭരണക്രമത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത്, അല്ലേ? അപ്പോൾ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പേരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നിഷ്പക്ഷവും അതുപോലെ തന്നെ സ്വതന്ത്രവും ആധികാരികവുമായ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം വേണം. അതിന് അനിവാര്യമായ ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ്റെ പേരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് ഇന്ത്യയിൽ എന്ത് നിലവിൽ വന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഇതൊരു ഉറപ്പായിട്ടൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 1950 ജനുവരി 25. എന്താണ് പ്രത്യേകത? ജനുവരി 25 വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 1950 ജനുവരി 25-നാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഭരണഘടനയുടെ 324 അനുച്ഛേദ പ്രകാരമാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മൊത്തത്തിൽ 3 അംഗങ്ങളുണ്ട്. അതിൽ ഒരാൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഇവിടെയുള്ളത്, നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. അതായത് ഇവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ
അംഗങ്ങളെയും ആ 2 അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഒന്നുകിൽ ഇവരുടെ കാലാവധി 6 വർഷമായിരിക്കും, അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ഇവർക്ക് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ 65 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോവുക, അതല്ല എന്നുണ്ടെങ്കിൽ 6 വർഷം വരെ ഇവർക്ക് കാലാവധിയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നമുക്ക് വേണ്ട, അയാളെ മാറ്റണമെങ്കിൽ എന്താണ് വിധി? എന്താ ചെയ്താൽ മാത്രമേ ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അപ്പോൾ കേന്ദ്രങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശം, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ഇനി നമ്മളിവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഇലക്ട്രോണിക്, നമ്മൾ വോട്ട് ചെയ്യുന്നവരാണ്. വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്തിലാണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച്, അഥവാ EVM മെഷീനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നതും അതുപോലെ എന്താണ്? ഏറ്റവും വലുതാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് എന്ത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്തിനാണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് അതിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, അതുപോലെ എന്താണ്? കൂടുതൽ സുതാര്യമാക്കുക, തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുക എന്ന ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ EVM മെഷീൻ കൊണ്ടുവന്നത്. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് എവിടെയാ? 1982 നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പറവൂർ നിയമസഭയിലെ, എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ത് ചെയ്തിട്ടുള്ളത്? പരീക്ഷിച്ചത്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. അപ്പോൾ 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പായപ്പോൾ എന്ത് ചെയ്തു? 543 മണ്ഡലങ്ങളിലും എന്ത് ഉപയോഗിച്ചു? EVM മെഷീനെ ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഇതിൽ ഒരു കൺട്രോൾ യൂണിറ്റുമുണ്ട്, അതുപോലെ ഒരു ബാലറ്റ് യൂണിറ്റുമുണ്ട്. ഇങ്ങനെ 2 യൂണിറ്റുകളാണ് ഇതിലുള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ VVPAT സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് VVPAT സംവിധാനം എന്ന് പറഞ്ഞാൽ? സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. അപ്പോൾ ഈ VVPATൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നതാണ് എന്തിൻ്റെ? ഈ VVPAT എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം എന്ത്? സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് ഈ ഒരു മെഷീനിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തിരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സുപ്രധാനമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഇത് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കാം എന്താണ്? നല്ല വോട്ടർ പട്ടികയിൽ എന്താണ്? എനിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്. ഇല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള പ്രായപരിധി എത്രയാണ്? 18 വയസ്സ് പൂർത്തിയാകണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ് നമ്മൾ പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നമുക്ക് 18 വയസ്സ് പൂർത്തിയാകണം. രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും ആരാ? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പാർലമെൻ്ററി നടപടികളിലൂടെ
പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ പദവിയിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കണമെങ്കിൽ എന്ത് വേണം? ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്ന് പാർലമെൻ്ററി നടപടികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്താക്കാം. ആ ഒരു പ്രക്രിയയ്ക്കാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് നമുക്ക് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായി. അപ്പോൾ ഇനി മറ്റെന്തൊക്കെ ചുമതലയാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ചില ചുമതലകൾ ഇവിടെ തന്നിട്ടുണ്ട്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. അപ്പോൾ ഒന്നാമത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ നിയന്ത്രണം ഒക്കെ ആരുടെ കൈകളിലാണ്? ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ വരുന്നതാണ്. ആരുടെയൊക്കെയാണ്? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, സംസ്ഥാന നിയമസഭകളുണ്ട്. ഇവയുടെ എല്ലാത്തിൻ്റെയും മേൽനോട്ടവും നടത്തിപ്പും നിയന്ത്രണവും നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. ഇനി പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. ഇനി രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കണം. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊണ്ടാൽ അവയെ അംഗീകരിക്കുക, അതുപോലെ അവർക്ക് ചിഹ്നം നൽകുകയൊക്കെ ആരാണ്? ഇതൊക്കെ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, ഇവയൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുക, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇവരാണ് ചെയ്യുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും ഒക്കെ ആരാണ്? അതും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടെടുപ്പ് നടത്തുക, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കുക, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും ഒക്കെ ഇവരുടെ ജോലിയാണ്. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ വരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ 1950ലും 1951ലും എന്തുണ്ട്? ജനപ്രാതിനിധ്യ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഈ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആ ഒരു നിയമം. ഇനി 1950 പറഞ്ഞ ആ ഒരു ജനപ്രാതിനിധ്യ നിയമം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ജനപ്രാതിനിധ്യ നിയമം നിലവിൽ വന്നത് 1950ലാണ്. 1950ലെ ജനപ്രാതിനിധ്യ നിയമം എന്താണ് പറയുന്നത്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്ക് നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് ഈ പറഞ്ഞ 1950ലെ ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അപ്പോൾ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും എങ്ങനെയുള്ളതാണ്? ഏകാംഗ മണ്ഡലങ്ങളാണ്. ഈ നിയമം അനുശാസിക്കുന്നത് അങ്ങനെയാണ്. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം
പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ 1950 ജനപ്രാതിനിധ്യ നിയമം എന്തൊക്കെ വ്യവസ്ഥ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഏകാംഗ മണ്ഡലങ്ങളാണ് ഈ നിയമം അനുശാസിക്കുന്നത്. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും എന്താണെന്ന് പറയുന്നു? ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി ജനപ്രാതിനിധ്യ നിയമം 1950 കാര്യം നമ്മൾ പഠിച്ചു. ഇനി 51 എന്താ പറയുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ 1951 ജനപ്രാതിനിധ്യ നിയമം എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് ഈ 51 പറയുന്ന ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വെറുതെ പോയി ഒരു പാർട്ടിയിൽ എന്ത് ചെയ്യാം, ഒരു പാർട്ടി ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പാർട്ടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത്? ദേശീയ പാർട്ടിയാണോ അതല്ലെങ്കിൽ പ്രാദേശിക പാർട്ടിയാണോ, ഇവയ്ക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്നൊക്കെ പറയുന്നത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലാണ്. ഇനി ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ജനുവരി 25 പ്രത്യേകത എന്താണ്? ദേശീയ സമ്മതിദായക ദിനമാണ് ജനുവരി 25 എന്ന് പറയുന്നത്. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ജനുവരി 25 ദേശീയ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ 2011 മുതലാണ് നമ്മൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ജനുവരി 25 ആചരിച്ചു പോരുന്നത്. 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് നമ്മൾ ജനുവരി 25 എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിച്ചു പോരുന്നത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും, അതായത് എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളാക്കുക, അതുപോലെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും ആരുണ്ട്? സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഭേദഗതി ഏതാണ്? 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നിരിക്കുന്നത്. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ 243K അതുപോലെ 243ZA തുടങ്ങിയ അനുച്ഛേദങ്ങളിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ അടുത്ത് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയവയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അതിന് വോട്ടർ പട്ടിക തയ്യാറാക്കുക, പിന്നെന്താണ് അവിടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം വഹിക്കുക, അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഇതൊക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. അപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? 1993 ഡിസംബർ 3-നാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ 1950 ജനുവരി 25-ന് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ ഇദ്ദേഹമാണ്. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാനമായ പങ്കുണ്ട്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുക എന്ന കർത്തവ്യമാണ് ആര് നിർവഹിച്ചിട്ടുള്ളത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. രാജ്യത്തിലെ വിവിധ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാക്കുന്നു. ഇനി നമ്മളിവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അടുത്തൊരു കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ വലിയ അക്ഷരത്തിൽ ഡിസംബർ 10 എന്നത് വലിയൊരു ഈ 10 എന്ന ആ ഡേറ്റ് വലിയ ചുവന്ന അക്ഷരത്തിൽ തന്നിരിക്കുന്ന കലണ്ടറിലെ തീയതി ശ്രദ്ധിച്ചല്ലോ. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പം നമുക്കറിയാം മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10 എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം. 1993 ഒക്ടോബർ 12-ന് നിലവിൽ വരുന്നു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ? 6 അംഗങ്ങളുണ്ട്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ആരുടെ കാലാവധി? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്, ഈ ഔദ്യോഗിക കാലാവധി. അപ്പോൾ ഒന്നുകിൽ 70 വയസ്സ് പൂർത്തിയാകണം അല്ലെങ്കിൽ 3 വർഷം.
ഇതാണ് അവരുടെ കാലാവധി. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇനി 1993 സെപ്റ്റംബർ 28 നിയമം പ്രാബല്യത്തിൽ വന്നത്. 1993 സെപ്റ്റംബർ 28 നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്തത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് നിലവിൽ വരുന്നത് 1993 സെപ്റ്റംബർ 28. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദേശീയ സംസ്ഥാന തലങ്ങളിലൊക്കെ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഈ 1993 സെപ്റ്റംബർ 28 ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമത്തിൽ എന്താണ്? മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ 1993 സെപ്റ്റംബർ 28 വന്ന ഈ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം എങ്ങനെയായിരിക്കണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം എങ്ങനെയായിരിക്കണം, ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. അപ്പോൾ ഈ നിയമത്തിൽ എന്തൊക്കെ പറയുന്നു? കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമത്തെക്കുറിച്ചും റിപ്പോർട്ട് സമർപ്പിക്കലിനെക്കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ചും പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യപരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണന നൽകുക, അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ചതോ ആയ അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് ചുമതലകൾ? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. അപ്പോൾ എവിടെയെങ്കിലും മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. അപ്പോൾ കോടതി നടപടികളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടെങ്കിൽ അതിൽ കക്ഷി ചേരാൻ ആർക്ക് അവകാശമുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്. സ്വമേധയാ കുറ്റമെടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ജയിലുകൾ സന്ദർശിക്കുക, പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുന്നതുമാരാണ് മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും അതിൻ്റെ ഫലപ്രാപ്തിയും എന്ത് ചെയ്യുക? വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ആരുടെ ചുമതല? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്.
ഇനി നമ്മൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ദേശീയ മനുഷ്യാവകാശമായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാ? സംസ്ഥാനത്തിൽ 1998 ഡിസംബർ 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെന്ന് പറയുന്നത് എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര പേരുണ്ടായിരിക്കണം? 3 അംഗങ്ങളാണ് ഇതിലെ അംഗങ്ങളായിട്ടുള്ളത്. 3 പേരാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 പേര്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ അധ്യക്ഷൻ ആരാണ്? ഒന്നിൽ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ എന്താണ്? ഇവിടെ കുറച്ച് വാർത്തകൾ തന്നിട്ടുണ്ട്. തുല്യനീതി ഉറപ്പുവരുത്തുക, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവ. ഇനിയുണ്ട് വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക. ഇതൊക്കെയാണ് എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തൊഴിലിടങ്ങളിലെ വിവേചനമുണ്ട്, അതുപോലെ എന്താണ് തുല്യനീതി, അതുപോലെ ലിംഗസമത്വം, സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ ഇതൊക്കെ ഉറപ്പുവരുത്തുക, അതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതല. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ എന്താണ് അവരുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത്? നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്, അതിലിടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതിനുവേണ്ട നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയ്യുന്നത്. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ ആ ദേശീയ വനിതാ കമ്മീഷൻ എന്നാ സ്ഥാപിതമായത്? 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ അതിൽ ചെയർപേഴ്സൺ ഉണ്ട്, 5 അംഗങ്ങളുമുണ്ട്, ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷനിലെ അംഗങ്ങളെന്ന് പറയുന്നത്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. 3 വർഷം കാലാവധി. അതിലെത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സണ്, 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷന് ഉള്ളത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധികാരങ്ങളൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞു. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് ഈ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം നോക്കണം. അതെവിടെയാണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം ഇൻ്റർനാഷണൽ വിമൻസ് ഡേ എന്നാണെന്നാണ് നമ്മൾ അടുത്ത് പറയുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെ
ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലായല്ലോ. സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ഇതൊക്കെ തന്നെയാണ്, വിവേചനം ഒക്കെയാണ്. ഇനി മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. അപ്പോൾ മാർച്ച് 8-ആണ് നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാതരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക. അപ്പോൾ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണം തടയുക, അതുപോലെ സ്ത്രീ ശാക്തീകരണം എന്നിവയാണ്. ഇനി ഈ വനിതാ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി പറഞ്ഞിട്ടുണ്ട്, നോക്കാം. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ, നിയമങ്ങളൊക്കെ പരിശോധിക്കണം. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യണം. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. അതുപോലെ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇതൊക്കെയാണ് ആരുടെ ചുമതല, നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായുള്ള ചില നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചില നിയമങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തെ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം 1961. 1961 സ്ത്രീധന നിരോധന നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ഏത്, സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. അപ്പോൾ നമുക്കറിയാം, വിവാഹവുമായി ബന്ധപ്പെട്ട് നൽകുന്ന എന്താണ്, ധനമാണ്. ഒന്നുകിൽ നിർബന്ധിതമായിട്ട് ചിലർ നൽകേണ്ടിയിരിക്കുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ മുൻധാരണകൾ പ്രകാരം നൽകുന്നു. ഇതൊക്കെയാണ് സ്ത്രീധന നിരോധന നിയമത്തിൽ വരുന്നത്. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അത് സ്ത്രീധനമാണ്. അപ്പോൾ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം പറഞ്ഞ് ഒരാളെ എന്ത് ചെയ്യുന്നു, വിവാഹത്തിന് സമ്മതിപ്പിച്ചാൽ അതിനെയാണ് നമ്മൾ സ്ത്രീധനം എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പോൾ 1961 സ്ത്രീധന നിരോധന നിയമം പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം 2005 ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ 2005 നിയമം കൊണ്ടുവന്നതെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്, 2006 എന്നാണ്, ഒക്ടോബർ 26. 2006 ഒക്ടോബർ 26-നാണ് നമ്മുടെ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്ന് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനമാണ് ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്ന ഈ നിയമത്തിൽ വരുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിൻ്റെ വിശാലമായ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെ അപമാനിക്കുക അല്ലെങ്കിൽ അപകടപ്പെടുത്തുക, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, അതുപോലെ അതിക്രമങ്ങൾ, ഇതൊക്കെ ഗാർഹിക പീഡനത്തിൻ്റെ ഇതിൽ ഉൾപ്പെടുന്ന ആ നിയമത്തിൽ വരുന്നതാണ്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്.
ഇനി സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാ? 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 96 മാർച്ച് 14. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സംസ്ഥാനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ കവയത്രിയായിരുന്ന സുഗതകുമാരിയായിരുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ സുഗതകുമാരിയാണ്. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പോൾ മൊത്തത്തിൽ 5 അംഗങ്ങൾ, ചെയർപേഴ്സൺ ഉൾപ്പെടെ. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ കൂടിയുണ്ട്. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ 5 വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നു. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചുമതലകളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇടപെടുക, അവയ്ക്കൊക്കെ ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാരിനോട് റിപ്പോർട്ട് നൽകുക, ഇവയൊക്കെ ഈ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നതാണ്. ഇനി ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലിംഗനീതി അതിലേറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കാലാകാലങ്ങളിൽ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം ഇടപെടലുകളിലൂടെ സ്ത്രീകൾക്ക് തുല്യാവകാശവും അവസരവും ഉറപ്പാക്കി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം അധികരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു 2 പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് 2 പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.